Next, triangle inequality. When real numbers എടുത്തിട്ടുണ്ടെങ്കിൽ a plus b ന്റെ modulus mod absolute value of a plus b is less than or equal to absolute value of a plus absolute value of b. So ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ absolute valuesന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് തിയറമായിട്ട് സ്റ്റേറ്റ് ചെയ്തിരുന്നു, പ്രൂവ് ചെയ്തിരുന്നു. സോ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു minus absolute value of a is less than or equal to a less than or equal to absolute value of a. There is a line between negative of absolute value of a and positive of absolute value of a. അപ്പം എയും ബിയും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എക്കും ബിക്കും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. നമുക്കറിയാം ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ സാധാരണ ഇക്വാലിറ്റിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അതായത് നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇത് രണ്ടും ആഡ് ചെയ്യുക. സോ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. അതായത് നമ്മൾ ഈ രണ്ട് ഇൻഇക്വാലിറ്റീസ് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പാർട്സ് നമ്മൾ ആഡ് ചെയ്യും. സോ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അതായത് നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. പിന്നെ സൈന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി ഈ പാർട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഈ പാർട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് മോഡ് എ പ്ലസ് മോഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്തിരുന്നു, minus c less than or equal to a less than or equal to c where c greater than or equal to 0. ഇനി ആണെങ്കിൽ absolute value of a is less than or equal to c ആണെന്നുള്ള ഒരു തിയറത്തിലെ ഒരു സി പാർട്ടായിട്ട് നമ്മളത് പ്രൂവ് ചെയ്ത് വെച്ചിരുന്നു. സോ ഞാൻ ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ ഞാൻ ഈ സി ആയിട്ട് എടുക്കാൻ പോകുന്നത് absolute value of a plus absolute value of b ആണ്. ഈ absolute value of a പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ സം എടുത്താൽ ദാറ്റ് ഇസ് അഗെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് ഈ സിക്ക് പകരം absolute value of a plus absolute value of b യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെയും ഉണ്ട് absolute value of a plus absolute value of b, ഇവിടെയും ഉണ്ട്. സോ ഇതിൻ്റെ ഫോം എന്തായി? മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വേർ സി ഇസ് ഈക്വൽ ടു absolute value of a plus absolute value of b. നിങ്ങൾക്ക് ഈ റിസൾട്ട് പ്രകാരം ഇതിനെ ഇവിടെ ഈ ഇതിൻ്റെ absolute value of a ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഈ സെൻട്രലുള്ള എ പ്ലസ് ബി അതിൻ്റെ absolute value of a plus b ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടും. that is absolute value of a plus b less than or equal to c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ absolute value of a plus absolute value of b ആണ്. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. സോ നമ്മൾ ഈ കേസിൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയിൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ absolute value of a plus b is equal to absolute value of a plus absolute value of b ഇതാവുന്നത്. അതായത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. എ പ്ലസ് ബി absolute value of a plus b square absolute value of a plus b square is equal to absolute value of a plus absolute value of b square കൺസിഡർ ചെയ്യണം. നമുക്ക് നേരത്തെ absolute valuesന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രൂവ് ചെയ്തിരുന്നു. absolute value of a square എന്ന് പറയുന്നതും എ സ്ക്വയറും ഈക്വൽ ആണെന്ന് നമ്മളവിടെ പ്രൂവ് ചെയ്തിരുന്നു. അതായത് ഏതൊരു റിയൽ നമ്പറിൻ്റെ absolute valueന്റെ സ്ക്വയറും ആ റിയൽ നമ്പറിൻ്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ absolute value of a plus b സ്ക്വയർ എന്ന് പറയുന്നതും എ പ്ലസ് ബിൻ്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് absolute value of a plus b സ്ക്വയറിന് പകരം a plus b ഹോൾ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി ഇത് ഇവിടെ സാധാരണ
നിങ്ങളെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എക്ക് പകരം ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ആണ്, ബിക്ക് പകരം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ആ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു absolute value of a into absolute value of b plus absolute value of b square എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്താൽ നമ്മൾ സാധാരണ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സ്ക്വയർ അത് നമുക്ക് ഈ റിസൾട്ട് വെച്ചിട്ട് അത് എ സ്ക്വയർ ആണെന്ന് കിട്ടും. പ്ലസ് 2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ രണ്ട് എലമെൻറ്റും കൂടി പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതും സെയിം ആണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും അതിലത്തെ ഫാക്ടേഴ്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ പ്രോഡക്റ്റും ഈക്വൽ ആണെന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് 2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ആണെന്ന് കിട്ടും. ഇത് അഗെയിൻ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ബി സ്ക്വയർ ആണെന്ന് കിട്ടും. സോ ഇവിടെ എ സ്ക്വയറും കട്ട് ചെയ്തു, ബി സ്ക്വയറും കട്ട് ചെയ്തു. പിന്നെ ഉള്ളത് 2ab is equal to 2 absolute value of ab എന്നാണ്. 2ഉം കട്ട് ചെയ്തു. ദെൻ വാട്ട് റിമെയിൻസ് ab is equal to absolute value of ab. നമുക്കറിയാം ഏത് ഒരു റിയൽ നമ്പർ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും ആ റിയൽ നമ്പറും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഈക്വൽ ടു 0 എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ദിസ് ഇംപ്ലൈസ് ഈ എ ബിയും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ആ എലമെൻ്റ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? രണ്ട് കേസാണ്. ഇത് ശരിയാകാൻ എ ബി ഗ്രേറ്റർ ദാൻ 0 ആകാൻ സാധ്യതയുള്ള കേസസ് ഏതൊക്കെയാണ്? either a greater than 0 and b greater than 0 or a less than 0 and b less than 0. അതായത് ഒന്നുകിൽ രണ്ടും പോസിറ്റീവായി, ഒന്നുകിൽ രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ലെസ് ദാൻ 0 ആയിരിക്കണം. അതായത് രണ്ടും സെയിം സൈൻ ആയിരിക്കണം. നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ വെച്ചിട്ട് പറയുന്നതുകൊണ്ട്, ഇത് ഇൻഇക്വാലിറ്റീസ് വെച്ച് പറയുന്നതുകൊണ്ട് either a greater than 0 and b greater than 0 or a less than 0, b less than 0. സോ നമ്മൾ ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. absolute value of a plus b is equal to absolute value of a plus absolute value of b. അവിടെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ട്രയാങ്കിൾ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കണം? ഈ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. സോ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ആ സമയത്ത് മാത്രമാണ് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് അടുത്ത ഒരു ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റീൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ്. 2 വേരിയേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ നേരത്തെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയിൽ പറഞ്ഞത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്നാണ്. അതിൻ്റെ ഒരു വേരിയേഷനാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്തു. അപ്പോൾ അത് ഏത് 2 റിയൽ നമ്പേഴ്സ് എ ബിക്കും ശരിയായിരിക്കും. അപ്പോൾ ഞാൻ ബിക്ക് പകരം മൈനസ് ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി മാറും? ഇത് സിംപ്ലൈസ് ഇതിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് മൈനസ് ബി. ബിക്ക് പകരം ഞാൻ മൈനസ് ബി ആണ് കൊടുക്കുന്നത്. ബി റിയൽ നമ്പർ ആണെങ്കിൽ മൈനസ് ബി റിയൽ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് മൈനസ് ബി. നമുക്കറിയാം ഏത് റിയൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും ആ റിയൽ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും ആ റിയൽ നമ്പറിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താലും രണ്ടും സെയിം ആയിരിക്കും.
കാരണം absolute value എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന റിയൽ നമ്പറിൻ്റെ ആ സൈൻ ഒഴിവാക്കിയിട്ടുള്ള പാർട്ടാണ്. സോ ബി എടുത്താലും മൈനസ് ബി എടുത്താലും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ പോസിറ്റീവ് പാർട്ട് മാത്രമാണ് തരിക. മൈനസ് ബിയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് പാർട്ടാണ് തരിക. അതായത് ഇതിൽ നിന്നും പോസിറ്റീവ് ആ സൈൻ അങ്ങ് ഒഴിവാക്കുക. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് സൈൻ അവിടെ വരുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്നു എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ മോഡ് 2ഉം absolute value of 2ഉം absolute value of -2. ഇതിൻ്റെ വാല്യൂം 2 ആണ്, ഇതിൻ്റെ വാല്യൂം 2 ആണ്. അത് ഏതെടുത്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. absolute value of ബിയും absolute value of നെഗറ്റീവ് ഓഫ് ദാറ്റ് നമ്പറും സെയിം ആയിരിക്കും എന്നുള്ളത്. സോ ഇവിടെ absolute value of മൈനസ് ബി എന്ന് പറയുന്നത് absolute value of പ്ലസ് ബി തന്നെയായിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു absolute value of എ പ്ലസ് absolute value of ബി. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? absolute value of എ പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. സോ എ മൈനസ് absolute value of എ മൈനസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of എ പ്ലസ് absolute value of ബി. അതായത് നമ്മൾ എ പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് ബി പാർട്ട്. ബി പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം എ എടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു ബി ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ആദ്യം സബ്ട്രാക്ട് ചെയ്യും, പിന്നെ ആഡ് ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാലും എ തന്നെയായിരിക്കും. എന്നിട്ട് ഞാൻ അതിനെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ രണ്ട് സൈഡിലും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഈക്വൽ ആയിരിക്കും. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു absolute value of a minus b plus b എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ ഇവിടെ പ്ലസ് ആണുള്ളത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of a minus b പ്ലസ് absolute value of b എന്ന് കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് absolute value of a is less than or equal to absolute value of a minus b plus absolute value of b എന്നാണ്. ഞാൻ രണ്ട് സൈഡിലും absolute value സബ്ട്രാക്ട് ചെയ്യുന്നു. ഇനിക്വാലിറ്റീൻ്റെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് അങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. സോ സബ്ട്രാക്ട് ചെയ്താൽ absolute value of a minus absolute value of b less than or equal to absolute value of a minus b plus absolute value of b minus absolute value of b. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും കിട്ടും. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 വിളിക്കുന്നു. ഇനി ഞാൻ അഗെയിൻ ഇവിടെ എ കൺസിഡർ ചെയ്തതുപോലെ ഞാൻ ബി എഴുതുന്നു. ഇതുപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു ഇവിടെ ഞാൻ തിരിച്ചെടുക്കുന്നു. ഇവിടെ ഞാൻ എ സബ്ട്രാക്ട് ചെയ്യുന്നു, എ ആഡ് ചെയ്യുന്നു. രണ്ടും സെയിം തന്നെയാണ്. അതിനുശേഷം ഞാൻ രണ്ട് സൈഡിലും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ഒരു ടേമായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ നടുക്ക് പ്ലസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of b minus a plus absolute value of a. ഇങ്ങനെ കിട്ടും. അടുത്ത സ്റ്റെപ്പാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. absolute value of b minus a. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം, അതായത് ബിൻ്റെ absolute വാല്യൂവും മൈനസ് ബിൻ്റെ absolute വാല്യൂവും സെയിം ആണ് എന്നുള്ള കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നു. അതായത് absolute value of b minus എയും അതിൻ്റെ നെഗറ്റീവിൻ്റെ absolute വാല്യൂ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ absolute value of മൈനസ് ബി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് എ എന്നായിരിക്കും വരിക. That means absolute value of minus b plus minus plus a, that is equal to, this is absolute value of a minus b എന്നാണ്. അപ്പം absolute value of b minus a യും absolute value of a minus b യും ഈക്വൽ ആണെന്ന് കിട്ടി.
ഞാനിവിടെ അതായത് എനിക്ക് ഇതുപോലെ തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിച്ചെടുക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ. ഇനി ഞാൻ രണ്ട് സൈഡിലും എനിക്ക് ഈ ഫോമിൽ കിട്ടണം. ഈ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അബ്സല്യൂട്ട് വാല്യൂസിനെ ഇങ്ങോട്ടേക്കല്ല എടുക്കേണ്ടത്, ആ സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി വെച്ചിട്ട് മൈനസ് ചെയ്യുന്നു. ശരിക്കും ആക്ച്വലി പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക അതാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് ഇക്വേഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീനെ ഞാൻ ഈ സൈഡിലേക്ക് എടുത്തു എന്നും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബീനെ ഈ സൈഡിലേക്ക് എടുത്തു എന്നും പറയാൻ പറ്റും. ആക്ച്വലി ചെയ്യുന്നത് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് ചെയ്യുന്നു, ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് ചെയ്യുന്നു. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തിയററ്റിക്കലി അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പത്തിന് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു എന്നും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബീനെ ഇങ്ങോട്ടേക്ക് എടുത്തു എന്നും പറയാം. സോ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവ് ആവും. സോ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി. ഇവിടുത്തെ സൈന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ബാക്കി എന്തുണ്ട്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഉണ്ട്. ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. ആക്ച്വലി അതല്ല കേട്ടോ ചെയ്യുന്നത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീനെ രണ്ട് സൈഡും വെച്ച് നെഗറ്റീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിപ്പം രണ്ടാമത്തെ ഇനിക്വാലിറ്റിയും കിട്ടി. ഇനി ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഉണ്ട്, ഇവിടെയും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ ട്രിപ്പിൾ ഇനിക്വാലിറ്റി ആക്കാൻ പറ്റും. അതായത് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of a minus absolute value of b, that is less than or equal to absolute value of a minus b. So അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, മൈനസ് absolute value of a minus b less than or equal to absolute value of a minus absolute value of b less than or equal to absolute value of a minus b. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ആയിരുന്നു minus c less than or equal to a less than or equal to c where c is greater than or equal to c 0, then absolute value of a is less than or equal to c. ഈ റിസൾട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ absolute value of a minus b, ഇത് absolute value ആണ്. this is always greater than or equal to 0. ഞാൻ അതിനെ c ആയിട്ട് എടുക്കുന്നു. take c equal to absolute value of a minus b. So we get minus c less than or equal to absolute value of a minus absolute value of b less than or equal to absolute value of less than or equal to c എന്ന് കിട്ടും. minus c less than or equal to absolute value of a minus absolute value of b less than or equal to c where c is equal to absolute value of a minus b. So ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഈ സെൻട്രലിലുള്ളതിൻ്റെ absolute value is less than or equal to c. That means absolute value of a minus absolute value of b less than or equal to c എന്ന് കിട്ടും. സിക്ക് സിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ this is less than or equal to absolute value of a minus b. അതാണ് ഇവിടെ ഈ വരുന്നത്. അപ്പോൾ ഈ എയും ബിയും കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇനിക്വാലിറ്റിയും കിട്ടും. അവിടെ എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂകളുടെ ഡിഫറൻസുകളുടെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെയും രണ്ടിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂസിൻ്റെ സമ്മിൻ്റെയും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇനിക്വാലിറ്റിയാണ് ട്രയാങ്കിൾ ഇനിക്വാലിറ്റി, അതിൻ്റെ വേരിയേഷൻസും. അപ്പം ഈ മൂന്ന് ഇനിക്വാലിറ്റിയും നല്ലതുപോലെ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ.